ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. കുറേ കാരണങ്ങളുണ്ട് വ്ളോഗ് ചെയ്യാത്തതിൻ്റെയൊക്കെ ഞാൻ വിശദമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയേണ്ടത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്ന് കുറച്ച് റമദാൻ ടിപ്സും കൊണ്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറേ ടിപ്സ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ഞാൻ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള പാത്രങ്ങൾ നല്ല ഓഫറിൽ പാത്രങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ കാര്യം കൂടി ഞാൻ ഇതിൽ കൊടുക്കാം കേട്ടോ. ഇത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല, എന്താ പറയുക, നല്ല ഓഫർ പ്രൈസിൽ നല്ല അടിപൊളി പാത്രങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഇബാദത്തിന് തന്നെയാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ. പിന്നെ മക്കൾക്കൊക്കെ നോമ്പുണ്ടാകുമ്പോൾ എന്തായാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡും കുറച്ചൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നോമ്പിന് നമ്മൾ എല്ലാതും ഇബാദത്ത് തന്നെയാണ്. അതായത് നമ്മൾ നോമ്പുള്ള ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അതൊരു ഇബാദത്ത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ ഇബാദത്തുകളും ചെയ്യണം. ഓക്കെ, അപ്പം ഇനി സമയം കുറച്ചൊന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും നോമ്പിന് ഒരു 2-3 ദിവസം മുമ്പ് തന്നെ മസാലപ്പൊടികൾ അല്ലെങ്കിൽ ഇതുപോലെ നട്ട്സ്, ഇപ്പോൾ നട്ട്സ്, ഈത്തപ്പഴം, ഇതൊക്കെ നമ്മൾ നോമ്പിന് കുറച്ച് അധികമായിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ ഇതൊക്കെ എനിക്ക് നോമ്പിന് അൺബോക്സ് ചെയ്യാനുള്ള പ്രൊഡക്ട്സാണ്. പ്രൊമോഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊഡക്ട്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇനി ഞാനൊരു പുതിയ സ്പൈസിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചത്. നാട്ടിൽ പുതിയ വീട്ടിലേക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഇതെനിക്ക് എന്താ പറയുക, വീണ്ടും കണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം അതിൽ സ്പൈസസൊക്കെ ഇട്ട് വെക്കാമെന്ന്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ എപ്പോഴും റെസിപ്പിയൊക്കെ ഉണ്ടാക്കുന്നവർക്ക് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആകും. അപ്പം അത് ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ എൻ്റെ പഴയ സ്പൈസ് പാത്രമാണിത്. ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പം അതിനകത്ത് ഞാൻ കുരുമുളകൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, സ്പൈസസൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ എടുത്ത് വെക്കുക. കാരണം നമ്മൾ ആ സമയത്തേക്ക് ഇത് എടുത്ത് വെക്കലും അതൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം എന്താ പറയുക, ചായപ്പൊടി, പാൽപ്പൊടി, പഞ്ചസാര, അതൊക്കെ പാത്രത്തിലൊക്കെ നിറച്ച് വെക്കുക. അപ്പം നമുക്ക് ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാവും നമ്മൾ വേഗം ഫുഡ് ഉണ്ടാക്കാനൊക്കെ. മറ്റേത് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് നിറച്ച് വെക്കുന്നതൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ കഴിയുന്നത് ഒക്കെ ചെയ്യുക. അതൊക്കെ ചെറിയ ചെറിയ ടിപ്സാണ്, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷൻ ആയിക്കോട്ടെ, നോമ്പിന് മുമ്പ് ഇതൊക്കെ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ ആകുമ്പോൾ എന്തായാലും പഞ്ചസാരേൻ്റെ ആവശ്യം വരും. നമുക്ക് വേണ്ടെങ്കിലും മക്കൾക്ക് വേണ്ടി വരും, വെള്ളം കലക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ വേറൊരു ടിപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഉപ്പിൻ്റെ പാത്രമൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വെക്കണം. കുറേ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നത് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അതും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് മര്യാദക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇനിയും കുറച്ചും കൂടിയൊക്കെ ക്ലീനിങ് ഉണ്ട്. പിന്നെ ഇത് കുരുമുളകൊക്കെ എന്തായാലും നോമ്പിന് കുറച്ചധികം വേണ്ടി വരും. കറികൾക്കൊക്കെ നമ്മൾ കൂടുതലും കുരുമുളകൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ അപ്പം നമ്മളെ പുതിയ സ്പൈസിൻ്റെ പാത്രത്തിൽ ഇട്ട്, ഇത് സ്റ്റീലാട്ടോ അകത്ത്, നല്ല ഭംഗിയുള്ളൊരു പാത്രം കേട്ടോ. അപ്പം ഈ നമ്മൾ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ സൈഡിൽ വെക്കുകയാണെങ്കിൽ എല്ലാം ഒറ്റ പാത്രത്തിലാവുമല്ലോ. അപ്പോൾ എടുത്തിടാനും ഭയങ്കര എളുപ്പമാവും. അപ്പോൾ എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. അപ്പോൾ എനിക്ക് വീഡിയോ എന്തായാലും എടുക്കുമല്ലോ നമ്മൾ നോമ്പിനൊക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ഒരൊറ്റ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സ്പൂണുണ്ട് അതിൻ്റെ മുകളിൽ. ഇങ്ങനെ നല്ല പാത്രം കേട്ടോ. ഇത് വാങ്ങിച്ചത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം, എവിടെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. ഞാൻ മുമ്പ് വാങ്ങിച്ചതാണ്, ഇപ്പോഴും ഞാൻ വീണ്ടും അത് കണ്ടു. പിന്നെ അതുപോലെ നോമ്പിന് കൂടുതലും ആവശ്യമുള്ളൊരു സംഭവമാണ് നമ്മുടെ അവൽ. അപ്പോൾ അവലൊക്കെ ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വലിയൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഐറ്റം ഇത് കുറേ ആൾക്കാർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോമ്പിന് ഞങ്ങളിവിടെ നാരങ്ങ വെള്ളം ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട് കുടിക്കുന്നത്. എന്നാലും നോമ്പിന് നാരങ്ങ വെള്ളം കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ, ഇതിപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള നാരങ്ങ ഒക്കെ ഇട്ട് വെച്ചതാണ്. ഇതുപോലെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ നോമ്പ് കഴിഞ്ഞ അല്ലെങ്കിൽ നോമ്പിൻ്റെ ഇടയ്ക്ക് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും, നാരങ്ങ അച്ചാർ. അപ്പം അതിനായിട്ട് നമ്മൾ പിഴിഞ്ഞ ചെറുനാരങ്ങ ഉണ്ടാവില്ല, അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്തിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ജാറിലോട്ട് വിനാഗിരിയും ഉപ്പും മാത്രം ചേർത്താൽ മതി, വെള്ളം ചേർക്കണ്ട കേട്ടോ. അപ്പം ഒരുപാട് വിനാഗിരി ഒന്നും ആവശ്യമില്ല. അതിന് മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ഒന്നിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളതിൽ കിടന്നിട്ട് അങ്ങനെ അലിഞ്ഞു പോവും. നല്ല ടേസ്റ്റാണ് അതിനടുത്ത് കഴിക്കാൻ. ഉപ്പും വിനാഗിരിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റാണ്, നല്ല ഇങ്ങനെ അലിഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനും പറ്റും കേട്ടോ.
അപ്പോൾ അതാ ഞാൻ കുറച്ചുകൂടെ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി എന്തായാലും കുറച്ച് നാരങ്ങ വേണ്ടി വരുമല്ലോ നമുക്ക്. നോമ്പിന് വല്ലപ്പോഴും ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നാരങ്ങ വെള്ളം കലക്കണമല്ലോ. അപ്പോൾ എന്തായാലും നാരങ്ങ ആവശ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ദാ ഇതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ കുറേ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ. എന്നാലും നമ്മൾ അറിയാത്തവരുണ്ടെങ്കിൽ എന്താ പറയുക, ഷെയർ ചെയ്യും നല്ലതല്ലേ. ഒരാളെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാക്കുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഇനി അടുത്തത് ബ്രെഡ്. ഇത് അധികം പേര് ഉണ്ടാക്കാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമ്മൾ നോമ്പിന് ഈ കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്നവർക്കൊക്കെ എപ്പോഴും, കട്ട്ലെറ്റ് എന്നല്ല എല്ലാത്തിനും ബ്രെഡ് ക്രംസ് എന്തായാലും വേണം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ബ്രെഡ് ക്രംസ് ഇതേപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ 1-2 മാസത്തിന് കേടാവില്ല. പൊടിച്ച് വെക്കാം. ഇനിയിപ്പം കേട് വരാൻ ഡേറ്റ് കഴിയാൻ പോകുന്ന ബ്രെഡൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസ് ആക്കി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ 2 തരം ബ്രെഡ് ക്രംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്ക് ഈ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് കൊള്ളൂല. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. ഞങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ബ്രെഡ് ക്രംസൊക്കെ പൊടിച്ചെടുക്കുമ്പം കുറേശ്ശെ ആയിട്ട് പൊടിച്ചെടുക്കണം, എന്നാലും നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുള്ളൂ. ഇനി ഒരു പാന് ചൂടാക്കിയിട്ട് ഫസ്റ്റ് സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുമ്പം ആ ബ്രെഡ് പൊടിച്ചത് ഒന്ന് ചൂടാക്കിയെടുക്കുക, നന്നായിട്ട് വറുത്തെടുക്കുക. ഇങ്ങനെ തരിയായിട്ട് ക്രിസ്പായിട്ട് വരണം, ആ രീതിയിൽ വറുത്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടി വേണമെങ്കിൽ പൊടിച്ചെടുക്കാണ്ടേ നേരെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പം ബ്രെഡ് ക്രംസ് കേടാവില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതിങ്ങനെ ചൂടാക്കി വറുത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിലോട്ട് വേണമെങ്കിൽ സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡർ, ഒറിഗാനോ. ഉപ്പ് ചേർക്കേണ്ട, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇതാണ്. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല, ബ്രെഡൊന്നും ചൂടാക്കി വറുത്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഇത് കുറച്ചധികം വെള്ളം ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി മെൽറ്റ് ചെയ്ത് നമ്മൾ ഈ നോമ്പിന് നമ്മൾ നോമ്പ് തുറ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ വീട്ടിൽ നാരങ്ങ കുടിക്കുന്നവർക്കൊക്കെ ഈ പഞ്ചസാര കലക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ പഞ്ചസാരയും വെള്ളവും കൂടി ഒരുപാട് നേരം ചൂടാക്കണ്ട, അതൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി. എന്നിട്ടൊരു കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം പഞ്ചസാര ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറുക്കി അത് ചൂടാക്കി മെൽട്ടാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര എളുപ്പമാവും കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഫ്രിഡ്ജിൽ വെക്കും വേണം കേട്ടോ. അപ്പോൾ നമുക്ക് കുറേശ്ശെ ഒരു 1-2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും നാരങ്ങ വെള്ളത്തിനൊക്കെ കേട്ടോ. ഇത് നമ്മൾ ബ്രെഡ് ക്രംസ് വേറൊരു മെത്തേഡ്. അതായത് ബ്രെഡ് ക്രംസിലോട്ട് എന്താ പറയുക, കുറച്ച് ഓറഞ്ച് റെഡ് ഫുഡ് കളറും കുറച്ച് ഒറിഗാനും കൂടി മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ അത് നന്നായിട്ട് കമ്പൈനായിട്ട് കിട്ടില്ല. അപ്പോൾ അത് നല്ലൊരു കളറുള്ള ബ്രെഡ് ക്രംസ് ആവും. നമ്മൾ ഈ നഗറ്റ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലുണ്ടാവില്ലേ, ഒരു നല്ലൊരു കളറിൽ ബ്രെഡ് ക്രംസ് കിട്ടുന്നത്, അപ്പോൾ അതുപോലെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പഞ്ചസാര മെൽട്ടാക്കിയില്ലേ, അത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതും ഇതുപോലെ തന്നെ വറുത്തിട്ട് നന്നായിട്ട് ക്രിസ്പാവുന്ന വരെ വറുത്തിട്ട് മാറ്റി വയ്ക്കുക. അത് ഈ വീഡിയോയിൽ ആ കറക്റ്റ് കളർ കിട്ടുന്നില്ല, നല്ലൊരു ഒരു ഓറഞ്ച് കളറാട്ടോ അപ്പോൾ വരുന്നത്. അപ്പോൾ ഇതാണ് 2 തരം ബ്രെഡ് ക്രംസ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇബാദത്തിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ നമുക്ക് കുക്ക് ചെയ്യാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ദിക്ർ എടുക്കാണ്ടിരിക്കേണ്ട. ഇതുപോലെ ദിക്ർ കൗണ്ടർ കയ്യിൽ വെക്കുക. എന്താ പറയുക, കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കുക, അവർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ നമ്മൾ ദിക്ർ കൗണ്ടർ ഇല്ലാതെ നമ്മൾ വെറുതെ ദിക്ർ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും, പക്ഷെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ കൂടുതൽ എടുക്കാൻ തോന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ വീഡിയോ എടുക്കാത്ത സമയത്ത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിത് കയ്യിൽ വെക്കും. അപ്പോൾ നമ്മൾ അസ്തഫ്റുല്ല അങ്ങനെ കുറേ ചൊല്ലുമ്പോൾ ഒരു ദിവസം നമുക്കൊരു 20,000 വരെയൊക്കെ അസ്തഫ്റുല്ല നമുക്ക് ഇങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ചെല്ലുവാണെങ്കിൽ നമ്മൾ മൈൻഡ് ഒന്നുകൂടെ റിഫ്രഷ് ആവും. കാരണം ഈ ദിക്ർ കൗണ്ടർ കയ്യിൽ പിടിക്കും തോറും നമ്മൾ അസ്തഫ്റുല്ല അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്നിലോട്ട് നമ്മൾ മൈൻഡ് തിരിയില്ല, നമ്മൾ എപ്പോഴും പടച്ചോനെ ഓർത്ത് നിൽക്കും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മളിത് ദിക്ർ കൗണ്ടർ ഇല്ലാണ്ട് ചെല്ലാൻ പറ്റും, പക്ഷേ നമ്മളെ മൈൻഡ് വേറെ സ്ഥലത്തേക്ക് പോവും എങ്ങനെയായാലും. അപ്പോൾ ദിക്ർ കൗണ്ടർ കൊണ്ട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു മൈൻഡ് നമുക്ക് എപ്പോഴും ആ ഒരു റബ്ബിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറച്ച് കൂടും. ഇവിടെ മക്കളെല്ലാവരും റീനൊക്കെ പ്രത്യേകിച്ച് എപ്പോഴും കയ്യിലത് ഉണ്ടാവും. നമ്മൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എന്താ പറയുന്നത്, അത് നമ്മളും പഠിച്ചോണ്ടും കൂടിയുള്ള ഒരു റിലേഷനല്ലേ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ ഡെയിലി അസ്തഫ്റുല്ല എത്രത്തോളം ചെല്ലാൻ പറ്റുന്നോ അത്രത്തോളം ചെല്ലുവാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാനിപ്പം നമ്മുടെ പുതിയ വീട്ടിലോട്ടും പിന്നെ എനിക്ക് നോമ്പിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു, എല്ലാം കൂടി വാങ്ങിച്ചത് കേട്ടോ. നല്ല അടിപൊളി ബ്രാൻഡാണ്.
ഞാനിത് വേറെ 1, 2 ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എൻ്റെ വീട്ടിലോട്ട് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ 4 കുക്ക് വെയർ സെറ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വേറെയും കുറേ പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സൈഡിൽ കൊടുക്കാം. ഞാൻ അതിൻ്റെ പോർട്രേറ്റ് വീഡിയോ ആണ് എടുത്തുള്ളത്. സൈഡിൽ അതിൻ്റെ റേറ്റൊക്കെ കൊടുക്കാൻ നല്ല ഓഫറുണ്ട്. ഇപ്പം അൽമദീന ഷോപ്പിംഗ് സെൻറ്ററില്ലേ മുവൈല ഷാർജയിൽ, അവിടെ ഇപ്പം വെയർ ഹൗസ് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. കുക്ക് വെയർസിൻ്റെ ഒത്തിരി ബ്രാൻഡ്സ് ഉണ്ട്. ഹോം വേ അല്ലാത്ത കുറേ ബ്രാൻഡ്സും അവിടെ ഉണ്ട് വെയർ ഹൗസ് സെയിലിൻ്റെ ഭാഗമായിട്ട്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഹോം വേൻ്റെ പ്രൊഡക്ട്സാണ്. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ഗ്രാനൈറ്റ് കോട്ടഡ് ആണ് ഫസ്റ്റത്തത്, ആ ഒരു പിങ്ക് കളറുള്ളത്. പിന്നെ മാർബിൾ കോട്ടഡ് ഉണ്ട്. പിന്നെ അങ്ങനെ പല കോട്ടഡ് ഉണ്ട്. ഞാൻ മാർബിൾ കോട്ടഡും ഗ്രാനൈറ്റ് കോട്ടഡാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കുക്ക് വെയർസ് ഉണ്ട് കേട്ടോ അവിടെ ഓഫറിൽ. മാർച്ച് 9 വരെ ഉള്ളൂ കേട്ടോ ഈ അൽമദീന ഷോപ്പിംഗ് സെൻറ്റർ മുവൈല ഷാർജ, മറന്നു പോകണ്ട. അപ്പോൾ ഇവിടെ മാർച്ച് 9 വരെയുള്ളൂ ഈ ഒരു ഓഫർ. അതുപോലെ തന്നെ ബാക്കി എല്ലാത്തിനും നല്ല ഓഫറുണ്ട്. ഇപ്പോൾ റമദാൻ പ്രമാണിച്ച് കുറേ ഓഫേഴ്സ് ഉണ്ട്. ഞാനിപ്പം ഇവിടെ വെയർ ഹൗസിൻ്റെ ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഹോം വെൻ്റെ പ്രൊഡക്ട്സാണ് ഫസ്റ്റ് തന്നെ കണ്ടത്. നല്ല നല്ല പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മാർച്ച് 9 വരെയുള്ളൂ ഈ വെയർ ഹൗസ് സെയിൽ. ഇവിടെ ഹോം വെൻ്റെ പ്രൊഡക്ട്സ് ഞാൻ മുമ്പൊക്കെ ഇവിടെ വന്നപ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അവർ വെയർ ഹൗസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓഫേഴ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ ഇതൊക്കെ നല്ല വെയിറ്റ് നല്ല കനമുണ്ട് കേട്ടോ. ഞാൻ പിന്നെ സ്റ്റീലിൻ്റെത് എൻ്റെ അടുത്ത് കുറേ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആ ഷേപ്പൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല രസമുള്ള പാത്രങ്ങൾ കേട്ടോ. പിന്നെ നോമ്പിന് എനിക്ക് അത്യാവശ്യം ഈ പാനുകളൊക്കെ ആവശ്യമുണ്ട്. പിന്നെ ഇത് കാസ്റ്റേൻ്റെ പാന് അതെനിക്ക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് കേട്ടോ. നല്ല പാത്രം, നല്ല സീസൺഡ് ആയിട്ടുള്ള പാത്രം. അതൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. കാസ്റ്റേൻ്റെ പാത്രങ്ങളൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇവിടെ. അപ്പോൾ നല്ല ഹോം വേൻ്റേത് നല്ല പ്രൊഡക്റ്റുമാണ്, നല്ല റേറ്റ് കുറവാണ് ഇപ്പം ഈ ഒരു സെയിലിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കുവാണെങ്കിൽ ഇപ്പം വാങ്ങിച്ചോളൂ. കാരണം ഇപ്പം റേറ്റ് കുറവിലാണ് നിങ്ങൾക്ക് ഹോം വേ പ്രൊഡക്ട്സ് അവൈലബിൾ ആവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നാട്ടിലേക്കൊക്കെ കൊണ്ടുപോകാൻ ആവശ്യമുള്ളവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കുക. അൽമദീന ഷോപ്പിംഗ് സെൻറ്റർ മുവൈല ഷാർജ കേട്ടോ. ഞാനത് വീണ്ടും പറയാൻ കാരണം വേറെ എവിടെയും എല്ലായിടത്തും ഹോം വേ പ്രൊഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വന്നാലേ നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസിൽ കിട്ടുള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ റേറ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് കേട്ടോ. പിന്നെ ഇതാ കുറേ പ്രൊഡക്ട്സൊക്കെ നല്ല പ്രൈസിലാണ് കേട്ടോ. ഞാനിതൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷേ നല്ല പ്രൈസിലാണ് ഇതൊക്കെ അവൈലബിൾ ആവുന്നത്. അതിൻ്റെ ഒറിജിനൽ പ്രൈസും അതിൻ്റെ ഓഫർ പ്രൈസും കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു ബിരിയാണി പോട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു ജാറ് വാങ്ങിച്ചിട്ടുണ്ട്. അതും 4 ദിർഹംസ് മാത്രമേ, 4-5 ദിർഹംസോ 4 ബോട്ടിലുണ്ട്. ഗ്ലാസ്സാണ്. ഞാൻ ശരിക്കും നോമ്പിൻ്റെ റിലേറ്റഡ് കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാനാണ് വന്നത്. പക്ഷേ നമ്മൾ വിചാരിച്ച ആ ഒരു ബജറ്റിൻ്റെ ഇതിന് നമുക്ക് ഒത്തിരി പാത്രങ്ങൾ കിട്ടുമെന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമില്ലേ. പിന്നെ കുറച്ച് കണ്ടെയ്നേഴ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചു. അതൊക്കെ ഓഫർ പ്രൈസിലുണ്ട് കേട്ടോ. 3 എണ്ണം നല്ല പാത്രങ്ങളാണ്. അതിന് 10 ദിർഹംസൊക്കെ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത്രയും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ പിന്നെ എല്ലാതും എടുത്തിട്ടില്ല. ഈ ഒരു പാത്രം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഹോം വേൻ്റെ പുതിയ ഒരു ലോഞ്ചിങ് ആണ്. ഹണി കോംബ് എന്ന് പറയും. അതായത് പുറത്ത് സ്റ്റീലാണ്, അകത്ത് നോൺ സ്റ്റിക്ക് കോട്ടിംഗ് ആണ്. പക്ഷേ നമ്മൾ ഉരച്ചാലും അത് പോവില്ല ആ കോട്ടിങ് കേട്ടോ. അകത്ത് നമുക്ക് സ്റ്റീലിൻ്റെ സ്പാറ്റിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ക്വാളിറ്റിയാണ് അകത്ത് വരുന്നത്. അപ്പോൾ അത് പുതിയ ലോഞ്ചിങ് ആണ്. UAE-ൽ വളരെ കുറച്ച് ബ്രാൻഡ്സിന് മാത്രമേ ഉള്ളൂ ഈ ECS സർട്ടിഫൈഡ്. അപ്പം അത് ഹോം വേൻ്റെ പ്രൊഡക്ട്സിനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആദ്യം തന്നെ അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഗ്രീൻ കളർ, നല്ല ഭംഗിയുള്ള കളർ. അത് ഞാൻ വേറെ കുറച്ച് ആൾക്കാർക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ഇതാണ്. അപ്പോൾ അന്ന് നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓഫർ പ്രൈസിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു സെറ്റ് അതും എനിക്കിപ്പം യൂസ്ഫുള്ളാണ്. നമ്മൾ നോമ്പിനൊക്കെ എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അതും ഞാൻ ഒരെണ്ണം എടുത്തു. ഇതൊക്കെ കണ്ടോ, ബിഗ്ഗസ്റ്റ് വെയർ ഹൗസ് സെയിലാണ്. ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. അത് ഇവിടെ തന്നെ വരണം കേട്ടോ, മുവൈല ഷാർജയിൽ. പിന്നെ നോൺ സ്റ്റിക്ക് ഫ്രൈങ് പാന്. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ട്രെൻഡിയോണിൻ്റെ പ്രൊഡക്ട്സ് കിട്ടപ്പോൾ ഇവിടെ UAE-ൽ കിട്ടുന്ന പ്രൊഡക്ട്സ് ഒന്ന് പറയുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുക്ക് വെയർസൊക്കെ അതുപോലെ സെറ്റ് വേണം എന്നുള്ളവർക്ക് ഇവിടെ വരാം, ഇത് വാങ്ങിക്കാം കേട്ടോ. ഇതാ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബിരിയാണി പോട്ട്. അപ്പോൾ ഇതിന് കണ്ടോ ആ ഒരു ഹാൻഡിലുണ്ട്. നമുക്ക് പുറത്തേക്ക് എടുക്കാനും പറ്റും, കഴുകാൻ വേണ്ടിയിട്ടൊക്കെ എടുക്കാൻ പറ്റും. അതും ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതാ നമ്മുടെ മസാല ബോക്സിൽ ഞാൻ വീഡിയോയിൽ ആദ്യം കാണിച്ച അത് ഇവിടെ ഉണ്ടിട്ട് ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ വേറെ കുറേ ഓഫേഴ്സ് ഉള്ളതൊക്കെ 1-2 എണ്ണമൊക്കെ വാങ്ങിച്ചു. അപ്പം ഹോം വേൻ്റെ ആണ് ഞാൻ കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്.
പിന്നെതാ ഇത് നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ പറ്റുന്ന ഇതാട്ടോ, നമുക്ക് വെള്ളം തിളപ്പിക്കാനൊക്കെ പറ്റുന്ന, ഞാനത് കാണിക്കാൻ വീഡിയോയിലിതാ. പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റീമറായിട്ടും യൂസ് ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ സ്റ്റീമർ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ സ്റ്റീമറിൻ്റെ ആവശ്യത്തിന് അതും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പാത്രം ഇപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഡബിൾ മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു സ്റ്റീമർ കൂടിയാട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാനത് എടുത്തിട്ടുണ്ട് കേട്ടോ. 99 ദിറംസും ഇപ്പം ഓഫർ പ്രൈസിലാണ്. നല്ല മൂവിങ് ആയിട്ടുള്ളൊരു ഇതാണെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ എടുക്കണോ ഒരു കൺഫ്യൂഷനായിരുന്നു, പക്ഷേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഈ ഒരു കടായി എടുത്തിട്ടോ, നമ്മൾ ഹണി കോമ്പിൻ്റെ ആ ഒരു കടായി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല, എന്തായാലും പുതിയ വീഡിയോയിൽ കൊടുക്കേണ്ടത് ഇൻഷാ അല്ലാ. അപ്പോൾ ഇതാ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. പുതിയ വീട്ടിലേക്ക് കൂടിയുള്ളത് അങ്ങനെ വിചാരിച്ചിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. കാരണം ഞങ്ങൾ എന്തായാലും ഒരു 2-3 മാസം കഴിഞ്ഞാൽ ഹൗസ് വാമിങ് എന്തായാലും ഇൻഷാ അല്ലാ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോകുമ്പോൾ എന്തായാലും ഈ ഒരു ഓഫറിൽ എന്തായാലും ഇനിയിപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. നല്ല പ്രൊഡക്റ്റ് കാണുമ്പോൾ എന്തായാലും അപ്പം വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ മാർച്ച് 9 വരെയുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ. നോമ്പ് പ്രമാണിച്ച ഓഫറാണ്, വെയർ ഹൗസ് സെയിലാണ്. അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ അൽമദീന ഷോപ്പിംഗ് സെൻറ്റർ മൂവയില ഷാർജയിൽ വന്നിട്ട് വാങ്ങിക്കേട്ടോ പ്രൊഡക്ട്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായിട്ടാണെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. ബൈ, താങ്ക് യു.